ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രാവിലെ തന്നെ കുറച്ച് മീൻ കിട്ടി. ഇതാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയ മീനെ. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കൂടെ കുറച്ച് ചൂടയും കിട്ടിയിട്ടുണ്ട്. മീനെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. കുറച്ച് നമ്മൾ ഫ്രൈ ആക്കാനും എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള നമുക്കൊന്ന് മസാല പുരട്ടി വെക്കാം. അതിനായി നമ്മളിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ലതായിട്ടൊന്ന് പുരട്ടി നമ്മൾ മാറ്റി വെച്ചു. ബാക്കി മീൻ നമുക്ക് കറി വെക്കാനായി എടുത്തിട്ടുണ്ട്. നമ്മളിത് തേങ്ങ വറുത്തരച്ചാണ് കറി വെക്കുന്നത്. അതിനായി നമ്മൾ തേങ്ങ, ഉള്ളി, പെരുംജീരകം, കറിവേപ്പില ഇവ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് അത് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് പൊടികളും കൂടി ചൂടായി അരച്ചെടുത്ത അരപ്പ് തിളച്ച് വരുമ്പോൾ പീസാക്കി വെച്ച മീനും ചേർത്ത് പാകത്തിന് വറ്റിച്ചെടുക്കാം. ഈ സമയം നമുക്ക് മസാല പുരട്ടി വെച്ച മീൻ എരിവും ഉപ്പും ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ച് വന്ന പാനിൽ കറിവേപ്പിലയും ഇട്ട് മീൻ അതിലിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് സ്റ്റൗ സിമ്മിലാക്കി വെച്ച് ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഇത് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നമ്മുടെ മീൻ ഇവിടെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിടാം. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മളിവിടെ കനം കുറച്ചരിഞ്ഞ ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് ചട്ടിയിൽ നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുത്ത് ലേശം ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ സവോളയും പച്ചമുളകും ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ലേശം വെള്ളം നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നന്നായിട്ടിത് ആവിയിൽ വെന്ത് വരണം. ഇത് കുഴഞ്ഞു പോകാതെ നോക്കുകയും വേണം. അപ്പം നമ്മുടെ ചക്കക്കുരു പാകത്തിനായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് ഒന്നുകൂടി ആവി കയറ്റി നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് വാങ്ങി വെക്കാം. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചക്കക്കുരു തോരൻ, മീൻ ഫ്രൈ ചെയ്തത്, മീൻ കറി, മോരുകറി ഇവയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ.